അപ്പോൾ ഈ കേൾക്കുന്ന കരച്ചിൽ എന്തിൻ്റെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ചീവീടിൻ്റെ കരച്ചിലാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാന ടിഗ്രീന എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദേഹത്തുള്ള ഈ വരകളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു കടുവയുടെ ഒരു വരകളുമായിട്ട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിനൊരു ടിഗ്രീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കിട്ടിയത്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന കോമൺ നെയിമും ടൈഗർ സിക്കാഡ എന്നാണ്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ മലബാർ റീജിയനിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൂടാതെ ആസാമിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ വേറെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് മലൈ പെനിൻസുല, പിന്നെ ബോർണിയോയിലെ പല പാർട്സുകൾ, പിന്നെ സുമാത്ര, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് കറൻ്റ്ലി നോട്ട് ത്രെറ്റൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും എൻവയോൺമെൻറ്റൽ ചേഞ്ചസും ഹാബിറ്റാറ്റ് ലോസും ഇതിന് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ടുവരുന്നത് യൂഷ്വലി ലോലാൻഡ് റെയിൻ ഫോറസ്റ്റിലൊക്കെ കണ്ടുവരുന്നുണ്ട്, പിന്നെ പാർക്കിലും ഗാർഡൻസിലൊക്കെ ഇഷ്ടംമാതിരി കണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇഷ്ടമാതിരി മരങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നതാണ്. മെയിനായിട്ടും ഇതിൻ്റെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മരത്തിൻ്റെ ഉള്ളിലുള്ള സാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൗത്ത് പാർട്ട് ഈ സാപ്പ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത് ആ സാപ്പ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മൗത്ത് പാർട്ടാണ് ഇതിനുള്ളത്. ഇത് ഫുള്ളി ഹെർബിവോറസ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ്. പല രാജ്യങ്ങളിലും ഇത് നല്ലൊരു ഫുഡായിട്ടും യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഫ്രൈ ചെയ്തും റോസ്റ്റ് ചെയ്തൊക്കെ ഇതിനെ കഴിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രോപ്പർലി ഡോക്യുമെൻറ്റഡ് അല്ലെങ്കിലും ഈ പെർട്ടിക്കുലർ ജീവി പല രാജ്യങ്ങളിലും മെഡിസിനൽ യൂസേഴ്സിന് യൂസ് ചെയ്യാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മെയിനായിട്ടും ഈ പനിയൊക്കെ മാറാനായിട്ടാണ് ഇത് യൂസ് ചെയ്യാറ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല മെത്തേഡ്സ് എടുക്കുന്നുണ്ട്. ഈ പ്രഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പക്ഷികൾ, പിന്നെ ചെറിയ ചെറിയ മാമൽസ്, പിന്നെ റെപ്റ്റൈൽസ് എന്നിവയാണ് ഇതിനെ ആഹാരമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് ഇതിൻ്റെ ആ ഒരു ഭയങ്കര ഹാർഷ് സൗണ്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ മരത്തിലിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, ഇത് മരമായിട്ട് നല്ല ബ്ലെൻഡായിട്ടാണ് ഇതിൻ്റെ കളറിങ് വരുന്നത്. അതായത് ഇത് നന്നായിട്ട് ക്യാമഫ്ലേജ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഇതിനെ കണ്ണിപ്പെടില്ല. ഇതിൻ്റെ ഒരു മെയിൻ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് നമ്മളുടെ ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് പ്ലാന്റ് പാർട്സ് ആണ്, പ്ലാന്റ് സാപ്പാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഹണി ഡ്യൂസ് ആണ്. അപ്പോൾ ഈ ഹണി ഡ്യൂസ് യൂഷ്വലി വേറെ ഇൻസെക്ട്സിന് ഒരു നല്ലൊരു ഫുഡാണ്. ഇതിൻ്റെ ഡെഡ് ബോഡീസ് ആണെങ്കിൽ സോയിലിലെ നൈട്രജൻ എൻറിച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സ്റ്റേജിൽ ഇത് ഭൂമിക്ക് അടിയിലാണ് ജീവിക്കുന്നത്. അതായത് ഒരു ഇമ്മച്വർ, ഒരു വിങ്സ് ഒന്നും വരുന്നതിന് മുമ്പ് ഇത് ഭൂമിക്ക് അടിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് സോയിൽ എയറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇത് സിംബിളൈസ് ചെയ്യുന്ന റീബേർത്തിനെയും ഇമ്മോർട്ടാലിറ്റിനെയും ഒക്കെ സിംബിളൈസ് ചെയ്യണമെന്നാണ്. റീസെൻ്റ്ലി ഈ മലബാർ റീജിയനിൽ കണ്ടുവരുന്ന ഈ സ്പീഷീസ് ആക്ച്വൽ ക്ലാസിഫിക്കേഷൻ, അതായത് പുരാനാസ് ടൈഗ്രീന എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ് സ്പീഷീസിലാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ അതിന് പകരം ഇപ്പോൾ ഇത് മലബാർ റീജിയനിൽ തന്നെ കണ്ടുവരുന്ന ഒരു സ്പീഷീസാണെന്നും അത് പുരാനാസ് ചീവീഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചീവീഡ എന്ന് പറഞ്ഞ പേര് യൂഷ്വലി മലയാളത്തിൽ നിന്ന് ചിലപ്പോൾ എടുത്തതായിരിക്കണം. ചീവീട് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് എടുത്തതായിരിക്കണം ഈ ചീവീഡ. ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് എഗ് സ്റ്റേജാണ്. അപ്പോൾ ഫീമെയിൽസാണ് ഈ മുട്ടകൾ ഇടുന്നത്. അത് മരത്തിൻ്റെ ബാർക്കിലൊക്കെ ആയിട്ടാണ് ഈ മുട്ടകൾ ഇടുന്നത്. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിം സ്റ്റേജാണ്. അപ്പോൾ നിം സ്റ്റേജിൻ്റെ അകത്ത് നമ്മൾ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പുഴു മറ്റേ മണ്ണിലേക്ക് വീഴും. മണ്ണിൽ അത് ബോറോ ചെയ്ത് മണ്ണിൻ്റെ ഉള്ളിലാണ് അത് കുറേ കാലം താമസിക്കുന്നത്. കുറേ കാലം എന്ന് പറയുമ്പോഴേക്കും ഒരു 2 to 17 വർഷം വരെയും ഇത് മണ്ണിൻ്റെ അടിയിലുണ്ടാവും. മണ്ണിൻ്റെ അടിയിൽ ഇതിൻ്റെ ഒരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ നിന്ന് വരുന്ന സാപ്പാണ്. ഇത് മണ്ണിൻ്റെ അടിയിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബോറോസ് ഉണ്ടാക്കും. അപ്പോൾ അത് തന്നെ മണ്ണിന് ഒരുപാട് എയറേഷൻ കൊടുക്കും. അപ്പോൾ അത് മറ്റേ പ്ലാന്റ്സിനൊക്കെ ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഫാമേഴ്സിൻ്റെ ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. പിന്നെ ഇത് നല്ല ഹെൽത്തി വെജിറ്റേഷനുള്ള ഏരിയാസിലാണ് ഈ ഒരു ജീവിയെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 3ാമത്തെ സ്റ്റേജാണ് എമർജൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അഡൽട്ട്ഹുഡിലേക്കുള്ളൊരു ട്രാൻസിഷൻ സ്റ്റേജാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ടും മരത്തിലൊക്കെ
ക്ലൈംബ് ചെയ്ത് കയറി അവിടെ ഇരിക്കും. പിന്നെ അതിൻ്റെ എക്സോസ്കെൽറ്റൻസ് ഒക്കെ ഷ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതൊരു അത്യാവശ്യം പ്രോപ്പർ ജീവിൻ്റെ ഒരു രൂപത്തിൽ തന്നെ വരും. അപ്പോൾ അതാവുമ്പോഴേക്കും അതിൻ്റെ ഒരു അഡൽട്ട് സ്റ്റേജ് തന്നെ എത്തി. അപ്പോൾ ഈ അഡൽട്ട് സ്റ്റേജിൽ മെയിനായിട്ടും ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾ, മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം, അതാണ് ഇതിൻ്റെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഇത് ചത്തുപോകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് മെയ്റ്റ് ചെയ്യും, മുട്ടയിടുകയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൗഡായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വോയിസ് മെയിൽസിനാണ് മെയിനായിട്ട് വരുന്നത്. അത് ഇണയെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി സിക്കാഡാസിൻ്റെ ശബ്ദത്തിലേക്ക് വരാം. അപ്പോൾ ഇവർ ഈ ലൗഡ് സൗണ്ട് ടിംബൽസ് എന്ന് പറഞ്ഞൊരു ഓർഗൻ വഴിയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതതിൻ്റെ അവരുടെ അബ്ഡോമൻസിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഇത് ഉള്ളത്. ഇതൊരു കൈൻഡ് ഓഫ് റിബ്ഡ് മെംബ്രെയിനാണ്. റെസിലിൻ എന്ന് പറഞ്ഞൊരു റബ്ബറി മെറ്റീരിയൽ പോലെ ഇതിരിക്കും. ഇവരുടെ ഹോളോ ആയിട്ടുള്ള അബ്ഡോമനും അതിൻ്റെ ചുറ്റുമുള്ള എയർ സാക്സും ഒക്കെ തന്നെ ഇതിൻ്റെ സൗണ്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ടിംബൽ മസിൽസ് കോൺട്രാക്റ്റും എക്സ്പാൻഡും ചെയ്യുമ്പോഴേക്കും അതൊരു 100 ടൈംസ് ഇൻ സെക്കൻഡ് ചെയ്യുമ്പോഴേക്കും ഇതൊരു കൈൻഡ് ഓഫ് റിതം പോലെ ഒരു ബസ്സിങ് എഫക്റ്റോട് കൂടി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത്. അതായത് സിക്കാഡാസ് എന്ന് പറഞ്ഞ ഈ ജീവി ചിറക് ഒരുമിയിട്ടല്ല ഇതിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിന് പകരം അതിന് ഒരു സെപ്പറേറ്റ് ഓർഗൻ ഉണ്ട് ആ സൗണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.